മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 മോഡൽ TVS ജുപ്പിറ്ററാണ്. ജുപ്പിറ്ററിൻ്റെ തന്നെ ഏറ്റവും പുതിയ മോഡലായ സ്മാർട്ട് കണക്റ്റ് ZX മോഡലാണ്. ZX മോഡലിൻ്റെ ഒരു പുതിയ കളറായ ഒലിവ് ഗോൾഡ് എന്നുള്ള കളറാണ് ഞാനിന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ZX എന്നുള്ള വേരിയൻറ്റിൽ 2 വണ്ടികൾ വരുന്നുണ്ട്. അതായത് ഡിസ്ക് ബ്രേക്കുള്ള മോഡലും ഡ്രം ബ്രേക്കുള്ള മോഡലും വരുന്നുണ്ട്. ഇത് ഡിസ്ക് ബ്രേക്കുള്ള മോഡലാണ്. അതുപോലെ തന്നെ സ്മാർട്ട് കണക്റ്റ് ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് ഏറ്റവും പുതിയൊരു മോഡലാണ്. അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ കളറുമാണ്. നിങ്ങൾ അധികം ആളുകളുടെ അധികം ടൂ വീലറിൽ നമ്മൾ ഈ കളർ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കാര്യം മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ TVS ജുപ്പിറ്റർ ZX ഡ്രം ബ്രേക്ക് സ്മാർട്ട് കണക്റ്റ് മോഡലിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് പറയുന്നതാണ്. അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസ് പറയുന്നതാണ്. അതിൻ്റെ ഫിനാൻസ് എത്ര EMI വരും, അതുപോലെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്ര വരും, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും അവസാനം വരെ കാണുക. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് നോർത്ത് പറവൂർ ചേന്നമംഗലം ജംഗ്ഷൻ പ്രീമിയർ TVSൻ്റെ ഷോറൂമാണ്. ഇതൊരു 3S ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുതിയ വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതാണ്. പഴയ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ മോട്ടോർ വെഹിക്കിൾസ് മാത്രമല്ല, ഇലക്ട്രിക് വെഹിക്കിൾസും, അതായത് TVSൻ്റെ iQube മുതലായ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും വാഹനങ്ങൾ അവിടെ ലഭ്യമാണ്. അപ്പോൾ ഞാൻ പ്രീമിയർ TVSൻ്റെ കോൺടാക്റ്റ് നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാണുന്ന ജുപ്പിറ്ററിൻ്റെ ഒലിവ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു പ്രത്യേകതയാണ്. ഹെഡ്ലൈറ്റ് വരുന്നത് HID ഹെഡ്ലൈറ്റ്സിലാണ്. അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹെഡ്ലൈറ്റിന് ചുറ്റുമായിട്ടൊരു ക്രോമിൻ്റെ പ്രീമിയം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല ഒരു റിച്ച് ഫീൽ കിട്ടും, നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നതാണ്. കാരണം ഹെഡ്ലൈറ്റ് ഞാനിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. വെള്ള കളറിൽ നല്ല ഭംഗിയുള്ള വെട്ടമാണ് വരുന്നത്. വളരെ ലോങ് ആണ്. ഈ HID ബൾബ് ആകുമ്പോൾ നല്ല ഡ്യൂറബിൾ ആയിരിക്കും. ശരി, സാധാരണ ഹാലജൻ ബൾബ് പോലെ പെട്ടെന്ന് കേടായി പോകില്ല, നല്ല ഡ്യൂറബിൾ ആയിട്ട് കിട്ടും. പിന്നെ അത് കൂടാണ്ട് കണ്ട ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ബൾബ്സ് തന്നെയാണ്, യെല്ലോ കളറാണ്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഇൻഡിക്കേറ്ററിനും ഒരു ക്രോമിൻ്റെ കണ്ട ചുറ്റും ക്രോമിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റിച്ച് ഫീൽ അതിന് കിട്ടുന്നുണ്ട്. പിന്നെ കൂടാതെ ഇടത്തെ സൈഡിൽ സ്മാർട്ട് കണക്റ്റിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. TVSൻ്റെ 3D ലോഗോ വരുന്നത്. ഇതാണ് നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ക്ലാമ്പ്. പിന്നെ എയർ പാസേജിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ ടിപ്പിലായിട്ട് തന്നെ ഒരു റബ്ബറിൻ്റെ ഒരു ഗാർഡ് വെച്ചിരിക്കുന്നത്. മറ്റു വണ്ടികളായിട്ട് ഒരഞ്ഞ അവിടുത്തെ പെയിൻറ്റ് വരിക്കാനാണ്. പിന്നെ ഇതേ ഷോക്കപ്പ് വരുന്നത് ടെലസ്കോപ്പിക് ഷോക്കപ്പാണ് വാഹനത്തിന് വരുന്നത്. അലോയ് വീൽസ് വരുന്നത് 12 ഇഞ്ച് മാറ്റ് ബ്ലാക്ക് കളറുള്ള ഡ്യുവൽ സ്പോക്ക് അലോയ് വീൽസാണ് വരുന്നത്. ടയർ പറയുകയാണെങ്കിൽ 90/12 ടയറിൻ്റെ സൈസ്. ട്യൂബ്ലെസ് ടയറാണ് വാഹനത്തിന് വരുന്നത്. സ്വന്തം കമ്പനിയുടെ, അതായത് TVSൻ്റെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഷോക്കപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന ഒരു ഷൈനിങ് ഉണ്ട്. ഇത് ഈ കളർ പുതിയ കളറായതുകൊണ്ടാണ്. ഞാൻ ഇതിന് മുമ്പ് വേറൊരു വണ്ടിയിൽ കളർ കണ്ടിട്ടില്ല. ഇനി ഇതിൻ്റെ ലിവർ, അതുപോലെ തന്നെ ഗ്രിപ്പെല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. ക്വാളിറ്റി ഒരു രക്ഷയില്ല, ഹെവി ക്വാളിറ്റി തന്നെ പറയാം. സ്വിച്ചസ്, അതുപോലെ തന്നെ സ്വിച്ചസ് എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഇടത്തെ സൈഡിൽ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരുമ്പോൾ വലത്തെ സൈഡിൽ എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതായി കാണുന്ന വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചാണ്. അതിൻ്റെ താഴെ സെൽഫ് സ്റ്റാർട്ടിനുള്ള സ്വിച്ചാണ് ഈ റെഡ് കളറിൽ വരുന്നത്. പിന്നെ ഇതുണ്ട്, നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് ബോർഡ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ 1 ലിറ്റർ സ്റ്റോറേജുള്ളൊരു ഗ്ലോ ബോക്സ് വരും. നമുക്ക് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ മൊബൈലൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. 3 കിലോ ആണ് ഈ ഹുക്കിന് താങ്ങാനുള്ള കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററാണ്. ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് മൊബൈൽ ആപ്പ് സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആപ്പ് വഴി നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. കോള്, SMS നോട്ടിഫിക്കേഷൻ വരും. 2 ബട്ടൺ വരുന്നുണ്ട്, മോഡും റീസെറ്റ് ബട്ടണും വരുന്നുണ്ട്. മോഡും ഞെക്കി കഴിഞ്ഞാൽ കണ്ട മുകളിൽ ട്രിപ്പ് ചേഞ്ച് ആവണമെന്ന്, Aയും Bയും ആയിട്ട് ട്രിപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ ഉള്ളിൽ വരുമ്പോൾ ട്രിപ്പിൻ്റെ ഡ്യൂറേഷൻ കാണിക്കും, ഇപ്പുറത്തെ സമയം കാണിക്കും. പിന്നെ വരുന്നത് സ്പീഡ് കാണിക്കും. ഇപ്പുറത്തെ സൈഡിൽ എഞ്ചിൻ്റെ ചൂട്, ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഫ്യൂവലിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. വലത്തെ സൈഡിൽ ഫ്യൂൽ ഗേജും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ സ്മാർട്ട് കണക്റ്റ് മീറ്ററിൽ വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് കളർ, ക്രീം കളറാണ്. അതിൻ്റെ ഇൻറ്റീരിയറിൽ ഹാർഡ് ഫൈബറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഡീസൻറ്റ് ഫുഡ് സ്പേസാണ്. ഒരു 6 അടി പൊക്കമുള്ള ആളിരുന്നാലും സുഖമായിട്ടിരിക്കാം, കാലൊന്നും മുട്ടൊന്നുമില്ല. സീറ്റ് ഉണ്ടോ, സീറ്റ് ഡാർക്ക് ബ്രൗൺ കളറിലുള്ള അടിപൊളി സീറ്റാണ് ജുപ്പിറ്ററിന് വരുന്നത്. അത് നല്ല പ്രീമിയം സ്റ്റിച്ചിങ് ആണ് കൊടുത്തേക്കുന്നത്. റിയർ ഗ്രാബ് റെയിലും ഗ്ലോസി സിൽവർ ഫിനിഷിലുള്ള നല്ല ഭംഗിയുള്ള ഗ്രാബാണ്. നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ കളറിൻ്റെ ഷൈനിങ് കണ്ട നല്ല രസമുള്ള കളറാണ്. ഫുഡ് റെസ്റ്റ് വരുന്ന ഫോൾഡബിൾ ഫുഡ് റെസ്റ്റാണ്, ഹാർഡ് റബ്ബറാണ്.
പിന്നെ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ ഉണ്ട്, അതായത് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അതിൻ്റെ സെൻസറും അതിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ എൻജിന് 109 cc FI ടൈപ്പ് എയർ കൂൾഡ് എഞ്ചിനാണ്. 4 സ്ട്രോക്ക് എഞ്ചിനാണ് വാഹനത്തിന് വരുന്നതിൻ്റെ പവർ വന്നത് 7.5 bhpയും ടോർക്ക് വന്നത് 8.5 Nm. 50-നും 55-നും ഇടയിൽ മൈലേജ് വാഹനത്തിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ വാഹനത്തിന് ഓൾറെഡി കിക്കർ വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ വരുന്ന വണ്ടികൾക്ക് കിക്കർ വരുന്നില്ല ചില മോഡൽസിന്, അതുകൊണ്ട് പറഞ്ഞതാണ്. ടെയിൽ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ നല്ല വലിപ്പമുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ഹാലജൻ ബൾബ് യൂസ്വൽ ഇൻഡിക്കേറ്ററാണ് വാഹനത്തിന് വരുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് റെഡ് കളറ് LED ആണ് കേട്ടോ വരുന്നത്, നോർമൽ ലൈറ്റ് അല്ല. LED ലൈറ്റ്സ് ആണ്, സ്ക്വയർ ടൈപ്പ് LED ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. നല്ല ഭംഗിയുള്ള മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു റിയർ മഡ് ഗാർഡും. ബാക്ക് സൈഡ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 ഇഞ്ച് ടയർ തന്നെയാണ്. ഡ്യുവൽ സ്പോക്ക് അലോയ് വീൽസ് തന്നെ വരും. പക്ഷേ ബാക്ക് സൈഡ് ടയറിന് ഇത്തിരി വണ്ണം കൂടും, അതായത് 90-100-12 ആവും ബാക്ക് സൈഡ് ടയർ. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. സസ്പെൻഷൻ വരുന്നത് 3 point അഡ്ജസ്റ്റബിൾ സ്പ്രിംഗ് ടൈപ്പ് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. സൈലൻസറിൻ്റെ ഗാർഡ് വരും നല്ല ക്രോം പ്ലേറ്റഡ് ആയിരിക്കും. സൈലൻസറിൻ്റെ പൈപ്പിനും ഒരു സേഫ്റ്റി ആയിട്ട് മാറ്റ് ബ്ലാക്ക് കളർ കവർ കൊടുത്തിട്ടുണ്ട്. സീറ്റിന് താഴെയുള്ള പോർഷനിൽ നല്ല വലിപ്പത്തിൽ ജുപ്പിറ്റർ ZX എന്ന് പറഞ്ഞിട്ട് ഒരു 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഏകദേശം 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ നമുക്ക് സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സീറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടൂൾ ബോക്സ് വെക്കാനുള്ളതും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് വെക്കാനുള്ള പോർഷനും കാണുന്നുണ്ട്. ഏകദേശം 21 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു 100 cc 125 cc സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വലിപ്പമുള്ളതായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് ജുപ്പിറ്റർ എന്നുള്ള ഈ സ്കൂട്ടറിനാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അവരുടെ ഫസ്റ്റ് ഇറങ്ങിയ പരസ്യങ്ങളിൽ തന്നെ ഇത് ഒരുപാട് എടുത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്കൂട്ടറിൻ്റെ ഫ്യൂവൽ ഓപ്പണർ എങ്ങനെയാണെന്ന് നോക്കാം. ആ കീ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് ഓപ്പണർ വരുന്നത്. അപ്പോൾ അത് ക്യാപ്പ് തുറന്നു വരും. നമുക്ക് പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പെട്രോൾ അടിക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇരുന്നിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പെട്രോൾ അടിച്ച് അടച്ചു തരും. 20% എത്തനോടുള്ള E20 ഫ്യൂവലും ഈ വാഹനത്തിൽ സപ്പോർട്ടറാണ്. അതിപ്പോൾ ഇനി വരാതിരിക്കുന്നതാണ്, നമുക്ക് ഇവിടെ കേരളത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ. 2024 മോഡൽ ജുപ്പിറ്റർ ZX ഡ്രം വേരിയൻറ്റ് സ്മാർട്ട് കണക്റ്റ് ഉള്ള വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 1,04,000 രൂപയാണ്. നമ്മൾ ലോൺ ഇട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു 12,000 രൂപ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ വണ്ടി ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ EMI കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4,000 രൂപ 5,000 രൂപ ഒരു റേഞ്ചിലായിരിക്കും വാഹനത്തിൻ്റെ EMI വരിക. ബാക്കി ഡീറ്റെയിൽസ് പ്രീമിയം TVSനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ വെച്ചിട്ടുണ്ട്. അവരൊന്ന് വിളിച്ച് ചോദിച്ചാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം എനിക്ക് ഡെയിലി പുതിയ വാഹനങ്ങളിൽ വീഡിയോ ഇടാനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. സൈനിങ് ഓഫ് മോട്ടോർ ഇൻഫോടെക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.